എന്താണ് എന്ന് ചോദിച്ചു. ബിദ്അത്ത് ഹസന, ബിദ്അത്ത് ളലാല, ബിദ്അത്ത് സയ്യിഅ എന്നാണ് അവിടെ പറയേണ്ടത്. ഇങ്ങനെ രണ്ട് വിഭാഗമുണ്ടോ? ഉണ്ട്. ബിദ്അത്ത് എന്ന അബ്ദഅ അല്ലേ, അല്ലാഹു തആല തന്നെ ബദീഉസ് സമാവാതി വൽ അർദ്, ആകാശ ലോകത്തെ അല്ലാഹു തആല പുതുതായി പടച്ചതാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ എങ്ങനെ ആകാശം പടക്കേണ്ടത് എന്ന ഒരു മോഡൽ അതിന്റെ മുമ്പ് ആരും പടച്ചിട്ടില്ല, അത് കണ്ടു കോപ്പിയടിച്ചതല്ല. ബദീ എന്ന് പറഞ്ഞാൽ പുതുതായിട്ടുണ്ടാകുന്നതാണ്. അതിനാണ് അബ്ദഅ എന്ന് പറയാ. എന്ന് പറഞ്ഞാൽ അബ്ദഅഹു മിൻ ഗൈരി മിസാലിൻ സാബിഖ്, ഒരു മുമ്പൊരു ഉദാഹരണം അതിനില്ല ഉണ്ടായത്. ദീനിൽ ബിദ്അത്ത് എന്ന് പറയുന്ന സംഗതികൾ എല്ലാം ഒഴിവാക്കപ്പെടേണ്ടതാണ് എന്നല്ല. നമ്മൾ അങ്ങനെ ഒരു വൈഡ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് നടക്കുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ പല നന്മകളും ഇല്ലാതെയാകുന്നത്. ബിദ്അത്ത് ഹസനത്തുണ്ട്, ബിദ്അത്ത് സയ്യിഅത്തുണ്ട്. ബിദ്അത്ത് തന്നെ ദീനിൽ ഇല്ലാത്തത് നല്ല ഇതിനർത്ഥം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് അതില്ല, തങ്ങളത് പറഞ്ഞതിലില്ല. പക്ഷേ ഇത് ദീനിന്റെ ഒരു പ്രമാണവുമായി ഒരു കോൺട്രഡിക്ഷൻ അതിനില്ല. എന്ന് പറഞ്ഞാൽ ദീനിന്റെ ഒരു നിയമത്തിന് വിരുദ്ധമല്ല. അങ്ങനത്തെ ഒരു പുതിയ കാര്യം ബിദ്അത്തു ഹസന, ഒരു നല്ല ബിദ്അത്താണ്. പക്ഷെ അള്ളാഹു പറഞ്ഞതിന് എതിര് വരുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന് എതിര് വരുന്നുണ്ട്. ഉലമാഇന്റെ ഇജ്മാഇനെതിരാണ്, അല്ലെങ്കിൽ ഉലമാഇന്റെ ഫത്വകൾക്കെതിരാണ്. അത്തരം വിഷയങ്ങൾ ബിദ്അത്തു സയ്യിഅ, അത് മോശമായതാണ്, ഒഴിവാക്കേണ്ടതാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്താണ് പരിശുദ്ധ ഖുർആൻ ഒരു മുസ്ഹഫാക്കി ക്രോഡീകരിക്കുന്നത്. അത് ഒരു ബിദ്അത്തായിരുന്നു. അതിനർത്ഥം മോശമാണെന്നാണോ? അല്ല, ബിദ്അത്തു ഹസന. എന്തേ? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് നിലവിലില്ല. ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു തറാവീഹ് നിസ്കാരത്തിന് മഹാനായ തമീമുദ്ദാരി റളിയല്ലാഹു അൻഹുവിനെയും മറ്റൊരു സ്വഹാബിയെയും ജമാഅത്തായി നിർത്തിയിട്ട് തറാവീഹ് നിസ്കരിപ്പിച്ചു. സ്വഹീഹായ ഹദീസ്. അത് ബിദ്അത്താണോ? ബിദ്അത്താണ്. എങ്ങനെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് സ്വഹാബത്ത് വന്നപ്പോ തങ്ങൾ വീട്ടിലേക്ക് കയറിയിരുന്നു, ആ തറാവീഹിന് നേതൃത്വം കൊടുത്തില്ല. ഖശീതു അൻ യുഫറദ അലൈക്കും, ഇത് അല്ലാഹു നിങ്ങൾക്ക് ഫർളാക്കുമോ എന്ന് ഞാൻ പേടിക്കുകയാണ് നിങ്ങളുടെ ആവേശം കണ്ടിട്ട്. പക്ഷേ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഇതൊരു മസ്ലഹത്താണ്, ഒരു നന്മയാണ്. ദീൻ എന്ന് പറഞ്ഞത് അഷ്റഫുൽ ഖൽഖ് തങ്ങൾ അവരിൽ നിന്ന് പഠിച്ചെടുത്ത സ്വഹാബത്ത്, താബിഈങ്ങൾ, ഉലമാ, ഇവർ പറഞ്ഞിരുന്നതാണ് ദീൻ. ഉമർ റളിയല്ലാഹു അൻഹു ചെയ്തു, അത് ബിദ്അത്താണ്. ഖുർആൻ 30 ജുസ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ 30 ജുസ് ആണ്. ഇത് താബിഈങ്ങളുടെ കാലശേഷം ഹജ്ജാജ് ഇബ്നു യൂസുഫ് എന്ന അക്രമിയായ ഭരണാധികാരിന്റെ കാലത്ത് ഈ 30 ജുസ് ആക്കിയത് സ്വഹാബത്ത് ചെയ്തിട്ടുണ്ടോ? ഇല്ല. പക്ഷേ ഇത് ലോകം മുഴുവൻ അംഗീകരിച്ചില്ലേ? എന്തേ? അതിൽ ഖുർആനിന്റെയോ ഹദീസിന്റെയോ ഒരു പ്രമാണങ്ങളോടും അതിനെതിരില്ല. എന്നെന്താ പ്രശ്നം? ഇതാണ് ബിദ്അത്തു ഹസന, നല്ല മൗലിദ് നമ്മൾ ആഘോഷിക്കുകയാണ്. ഇത് ബിദ്അത്താണോ? ബിദ്അത്താണ്. പക്ഷേ ബിദ്അത്തു ഹസന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തില്ലേ? പക്ഷേ ഇത് നബി തങ്ങളെ കുറിച്ച് ഏറ്റവും അറിയപ്പെടാനുള്ള അവസരമല്ലേ? ഹബീബായ തങ്ങളോട് ഒരുപാട് സ്വലാത്ത് ചൊല്ലാനുള്ള അവസരമല്ലേ? ഹബീബായ നബിയെ പറ്റി പറയല്ലേ? അതിലെന്താ കുഴപ്പമുള്ളത്? അപ്പൊ ഹറാമായ വിഷയങ്ങളൊക്കെ നമ്മൾ ഉപേക്ഷിച്ചു, ഇത്തരം നല്ല കാര്യങ്ങൾ കൂടെ അത് ബിദ്അത്താണ്. പക്ഷെ നല്ല ബിദ്അത്താണ്. അതുകൊണ്ടാണ് ഉലമാ അത് പ്രോത്സാഹിപ്പിക്കുന്നത്. ഇപ്പൊ മൊബൈൽ ഇത് ബിദ്അത്താണോ? അല്ലേ? നിങ്ങൾ പറഞ്ഞത് എന്താണ്? ബിദ്അത്താണ്. നമ്മുടെ സമ്മേളനങ്ങൾ ബിദ്അത്താണോ? അല്ലേ? ആണ്. പക്ഷെ അതിൽ അല്ലാഹുവിന്റെ ദീനിന് ഒരു എതിരുമില്ല. പിന്നെന്താ പ്രശ്നം? എല്ലാം ബിദ്അത്താണെന്ന് പറഞ്ഞ് ഒഴിവാക്കരുത്. ദീനിൽ പ്രകടമായ അറിയപ്പെട്ട ഒരു അഹ്കാമിന് എതിരുണ്ടോ അത് മാത്രമേ ബിദ്അത്തു സയ്യിഅ. അങ്ങനെയൊക്കെ പറഞ്ഞ അവിടെ ദീനുണ്ടാവോ? ബിദ്അത്തു ഹസനകളാണ്. ബിദ്അത്തു ഹസനകൾ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കാലത്ത് 2 ബാങ്ക് നിർത്തില്ലേ? ജുമുഅന്റെ 2 ബാങ്ക്. ജനങ്ങൾക്ക് പള്ളിയിലേക്ക് വരാൻ ഒരു ബാങ്ക് കൊടുക്കുക, എന്നിട്ട് ദുഹറിന്റെ ശരിയായ സമയത്തിനുള്ള ബാങ്ക് പിന്നെ കൊടുക്കുക. ഈ നിയമം വന്നിട്ടുള്ളത് എപ്പോഴാണ്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കാലത്താണ്. അല്ലേ? ബിദ്അത്തുൻ ഹസന, നല്ല ബിദ്അത്താണ്. ഖുർആൻ പ്രിന്റ് വന്നത് നല്ല ബിദ്അത്താണ്. അറബിക് കോളേജുകൾ ഉണ്ടാക്കിയത് നല്ല ബിദ്അത്താണ്. പള്ളി കമ്മിറ്റികൾ ഉണ്ടാക്കിയത് നല്ല ബിദ്അത്താണ്. മദ്രസാ പ്രസ്ഥാനം ഇത് നല്ല ബിദ്അത്താണ്. അന്ന് കാലത്തില്ല, പക്ഷേ പിന്നീടുണ്ടായത്. പക്ഷെ ദീനിന്റെ ഒരു പ്രമാണത്തോടും അതിന് ഒരു വൈരുദ്ധ്യവും വരുന്നില്ല. പിന്നെന്തായാലും പ്രശ്നം. അപ്പൊ ഇതാണ് ബിദ്അത്തിനെ സംബന്ധിച്ച് പല വിഷയങ്ങൾ. അങ്ങനെ ഒരാൾ ചോദിക്കുകയാണ്, ഇപ്പോ ഞാൻ അസറിന്റെ ശേഷം യാസീൻ ഓതുകയാണ്. ഒരു സാധുവായ മനുഷ്യൻ ഒരു അസറിന്റെ നിസ്കാരം കഴിഞ്ഞിട്ട് യാസീൻ ഓതുകയാണ്. അപ്പൊ ഒരുത്തം വന്നിട്ട് ഇതിന് ഹദീസ് ഉണ്ടോ? എന്തായി ചെയ്യാം?
അസറിന്റെ ശേഷം അള്ളാന്റെ റസൂൽ യാസീൻ ഓതിന് തെളിവുണ്ടോ? ഇത് ചോദിക്കരുത്. ഇത് ദീനിൽ അറിയപ്പെട്ട ഒരു പ്രമാണത്തോട് വിരുദ്ധമാണോ? അല്ല. പിന്നെന്താ അതിന് കുഴപ്പം? അത്രയുള്ള വിഷയം. മനുഷ്യന്മാര് പറഞ്ഞെടുത്തോണ്ട് ആൾക്കാർക്ക് കൂടിയിരിക്കുമ്പോ ആമി എന്ന് പറയാൻ പേടിയ അല്ലെ? ചില പാർട്ടിക്കാരായ ആൾക്കാർ സദസ്സിൽ അള്ളാന്റെ മുമ്പിലേക്ക് കയ്യെടുത്ത് പഠിച്ചോനെ നീ സ്വീകരിക്കണമെന്ന് ഞാൻ ഇക്കത് പറ്റൂല, അത് വിദഅത്തല്ലേ. എങ്ങനെ അങ്ങനെയൊക്കെ പറയാം? വിദഅത്താണ് ആണെന്ന് വിചാരിക്കുക. ഉലമാ പറയാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരത്തിന്റെ ശേഷം ദുആ ഇരുന്നിട്ടുണ്ടോ? ഇല്ല. പക്ഷെ ഉലമാ ഒരുപിടി ഹദീസുകൾ എടുത്തിട്ടാണ് അത് ജായിസാണെന്നോ അത് നല്ല കാര്യമാണെന്നോ നെദ്ബാണെന്നോ പറഞ്ഞിട്ടുള്ളത്. അത് തങ്ങൾ ഇല്ല. വിദഅത്താണോ? ആണ്. പക്ഷേ നിസ്കാരം കഴിഞ്ഞിരിക്കുകയാണ്, ഒരു നല്ല ഇബാദത്തിന്റെ അവസരത്തിലാണ്. അള്ളാഹുവിനോട് ദുബുറ കുല്ലി സ്വലാത്തിൻ, നിസ്കാരങ്ങളുടെ പിന്നിൽ നിന്ന് ദുആ ചെയ്താൽ എന്ന് പറയാൻ നിസ്കാരത്തിന്റെ അവസാനത്തിൽ ദുആ ചെയ്താൽ ദുആഇന് ഉത്തരം കിട്ടും. വജൗഫിൽ ലൈൽ, രാത്രിയുടെ ഉള്ളിൽ പാതിരാത്രി ദുആ ചെയ്താൽ ഉത്തരം കിട്ടും എന്നൊക്കെ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ? അതുകൊണ്ട് നിസ്കാരം കഴിഞ്ഞിട്ട് നമുക്ക് ദുആ ഇറക്കുക. എന്താ അതിന് കുഴപ്പം? അത് ദീനിൽ പ്രകടമായ ഒരു നിയമത്തിന് വിരുദ്ധമാണോ? അല്ല. പിന്നെ എന്തിനാ അതിനെ കുറ്റം പറയേണ്ടത്? ഒരാള് മരിച്ചു കിടക്കുകയാണ്, ആ മരിച്ച വീട്ടിൽ ഖുർആൻ ഓതാണ്. ഇത് ബിദ്അത്താണോ? ആണെന്ന് വിചാരിക്കുക, അങ്ങനെ സങ്കല്പിക്കുക. ഇതിലെന്താ കുഴപ്പം? നമ്മളവിടെ കുത്തുന്ന പത്രം വായിക്കുക, ഇതാണോ വേണ്ടത്? ഖുർആൻ ഊതല്ലേ? ഖുർആൻ അതിന് തെളിവ് വേണമെന്ന് ചോദിക്കണ്ട. ഇതിന് എതിരുണ്ടോ? ഇവിടെ ഖുർആൻ ഓതാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇത്രയും നോക്കേണ്ടത്. അതില്ല. സുബ്ഹാനല്ലാഹ്, ഈ മയ്യത്തിന് ബറക്കത്ത് കിട്ടട്ടെ. ഖുർആൻ ബറക്കത്തല്ലേ? വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൻ ലിൽ മുഅ്മിനീൻ. ഇത് റഹ്മത്തല്ലേ? ആ വീട്ടിൽ റഹ്മത്ത് വരട്ടെ, ഈ മയ്യത്തിനെ റഹ്മത്തിന്റെ മലക്കുകൾ കൊണ്ടുപോകട്ടെ. അതുകൊണ്ട് ഞാൻ ഓതുകയാണ്. എന്താണ് ഇതിന് കുഴപ്പം? അപ്പോ ബിദ്അത്തുകൾ ഈ രണ്ടിന് ഇത് മനസ്സിലാക്കിയ ഒരു വിഷയമില്ല മുഅ്മിനീങ്ങളെ. നമ്മൾ വെറുതെ മൈക്കും വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തിനാണ് ബിദ്അത്ത് എന്ന് പറയുമ്പോഴൊക്കെ ചാടി എഴുന്നേൽക്കുക. എല്ലാം ബിദ്അത്ത്. ഈ ഇസ്ലാമിക് സെന്റർ ബിദ്അത്തല്ലേ? ആണ്. ഇങ്ങനെ ഒരു കോൺക്രീറ്റ് ബിൽഡിംഗ് അല്ലാഹു റസൂലിന്റെ കാലത്തുണ്ടോ? ഇല്ല. ഇത് ബിദ്അത്താണ്. പക്ഷെ അതിന് എന്താ കുഴപ്പം? ബിദ്അത്തു ഹസന, ഒരു നല്ല കാര്യല്ലേ? ആൾക്കാർക്ക് പഠിക്കാനുള്ള അവസരം ഉണ്ടായില്ലേ? ഈ മൈക്ക് ബിദ്അത്തല്ലേ? ആണ്. ഇതാ ഈ വാക്കിന്റെ അർത്ഥം അത്രയേ ഉള്ളൂ. ഈ സ്ക്രീൻ, ഇതിന്റെ ലൈറ്റ്, ഈ സീലിംഗ്, ഇതൊക്കെ ബിദ്അത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്തുണ്ടോ? ഇല്ല. എന്തിനാണ് ഇങ്ങനെ മനുഷ്യന്മാരെ പേടിപ്പിക്കുന്നത്? യാ അല്ലാഹ്. അപ്പൊ ദീനിന്റെ ഒരു നിയമത്തിന് കോൺട്രഡിക്ടറി ആയിട്ടുള്ള ഒരു വിഷയമാണോ? അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അള്ളാന്റെ റസൂലും അള്ളാഹും അരുത് എന്ന് പറഞ്ഞൊരു വിഷയമാണോ? അല്ലെങ്കിൽ ഇജ്മാഇലോ ഖിയാസിലോ ഉലമാഇന്റെ അഭിപ്രായത്തിലോ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ? അവിടെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല. അത് ബിദ്അത്ത് സയ്യിഅത്താണ്, മോശമായ വിഷയമാണ്. ഉലമാ അംഗീകരിച്ചൊരു വിഷയം. ഇപ്പൊ 4 മദ്ഹബുകൾ അംഗീകരിക്കണം എന്ന് ഉലമാഇന്റെ ഇജ്മാഅ, ലോക പണ്ഡിതന്മാർ ഐക്യകണ്ഠേന പാസാക്കിയ വിഷയമാണ്. 4 മദ്ഹബ് അനുസരിച്ച് ജീവിക്കാവൂ. ഇത് ഹദീസിലുണ്ട്? ഇല്ല. പക്ഷെ ഉലമാ, ലോകത്തെ മുഴുവൻ ആലിമീങ്ങൾ, ഇജ്മാഉ ഹാദിഹിൽ ഉമ്മ. എന്തേ? അല്ലെങ്കിൽ ആളുകൾ തോന്നിയതുപോലെ ജീവിക്കാൻ തുടങ്ങും, ഹദീസുകൾ വെച്ച് സ്വയം അർത്ഥം വെച്ച് ജീവിക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലൊക്കെ ബിസ്മി ഓതാതെ നിസ്കരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഫാത്തിഹയിൽ ബിസ്മി ഓതണോ വേണ്ടയോ? ഓതാതെ നിസ്കരിക്കുന്ന മദ്ഹബുകളുണ്ട് അല്ലേ? ഹനഫി, നമ്മൾ ഇവിടെ ഓതുന്ന അധിക പള്ളിയിലും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ചോദുന്നില്ലേ? മദ്ഹബിൽ അഭിപ്രായം അങ്ങനെ ഉണ്ട്. പക്ഷേ ആ മദ്ഹബ് അംഗീകരിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ അതിന് അടിസ്ഥാനമുണ്ട്. ഞങ്ങൾക്ക് മദ്ഹബൊന്നും വേണ്ട, ഞങ്ങൾക്ക് ഹദീസ് കിട്ടിയാൽ മതി, ഞങ്ങൾ ചെയ്തോളാം. ഇത് ബിദ്അത്താണ്. അത് ചെയ്യരുത്. അത് ഉലമാഇന്റെ ഇജ്മാഇനെതിരാണ്. അതുകൊണ്ടാണ് ബിസ്മി ഉണ്ടോ ഇല്ല എന്ന് സംവാദം വെക്കാൻ പറ്റില്ല. കാരണം ബിസ്മി ഓതൽ നിർബന്ധമാണെന്നും അല്ലെന്നും പറയുന്ന പ്രമാണങ്ങളുണ്ട്. അത് ഉലമാ ചർച്ച ചെയ്യും. അത് നമ്മൾ ചർച്ച ചെയ്യണ്ട. പക്ഷേ 4 മദ്ഹബിലെ അയിമ്മത്തുകൾ, മഹാന്മാരായ പണ്ഡിതന്മാർ, ഈ മദ്ഹബൊക്കെ എന്താന്നൊക്കെ എപ്പോഴും നമുക്ക് ചർച്ച ചെയ്യണം ഇൻഷാ അല്ലാഹ്. ഭയങ്കരമാണ് വിഷയം. അത് മനസ്സിലാക്കാതെ നമ്മൾ എനിക്കൊരു മുഹമ്മദി മദ്ഹബുള്ളൂ, ഖുർആനി മദ്ഹബുള്ളൂ, അത് വിവരമില്ലാത്തോണ്ട് പറയാണ്. അതുകൊണ്ട് നമ്മൾ സിമ്പതിയെ കാണിക്കുള്ളൂ അത്തരക്കാരോട്. പഠിക്കണമെന്നേ പറയുള്ളൂ. ആരാണ് ഷാഫി ഇമാം? എന്താണ് ഇവർ ചെയ്തത്? ഇപ്പൊ ഇസ്ലാമിലെ പ്രബലമായ ഒരു അഭിപ്രായത്തെ കുറിച്ച് മദ്ഹബിൽ അഭിപ്രായം പറയില്ല. 5 നേരം നിസ്കരിക്കണം, ഇതിന് മദ്ഹബിന് അഭിപ്രായം ഉണ്ടോ? ഇല്ല. സകാത്ത് കൊടുക്കണം, ഇതിൽ മദ്ഹബിന് അഭിപ്രായം ഉണ്ടോ? ഇല്ല. കാരണം ദീനിൽ പ്രകടമായി അറിയപ്പെട്ട ഒരു വിഷയത്തിലും മദ്ഹബ് ഇടപെടൂല. പിന്നെ മദ്ഹബ് എപ്പോഴും ഇടപെടല്? നമുക്ക് 2 അഭിപ്രായങ്ങൾ തോന്നുന്ന ഹദീസുകൾ കിട്ടും. ഒരു ഹദീസിന്റെ ആശയം ഒന്നാണ്, മറ്റേ ആശയം ഇങ്ങനെയാണ്. ഇതിൽ എന്തെടുക്കണം പഠിച്ചോനെ? ഇതിലേതാണ് ശരി? ഇതിലേതാണ് ഞാൻ സ്വീകരിക്കേണ്ടത്? അത് ഹദീസിന്റെ സയൻസ് പഠിച്ച ഉലമാ, മുജ്തഹിദീങ്ങളായ ഇമാമുമാർ, അവര് ജീവിതകാലം അതിനുവേണ്ടി ത്യാഗം ചെയ്ത് സമർപ്പിച്ചവരാണ്. അവര് മനസ്സിലാക്കിയെടുത്ത, അവര് നമുക്ക് കണ്ടെത്തി തന്ന ആശയമാണ് മദ്ഹബ്. മദ്ഹബ് എന്ന് പറഞ്ഞാൽ
ഒരേ വിഷയത്തിൽ വ്യത്യസ്ത ഹദീസുകൾ വന്നിട്ടുള്ളതിനെ സംബന്ധിച്ച് മദ്ഹബ് അഭിപ്രായം പറയുള്ളൂ. അത് നമുക്കൊക്കെ വരും. ഹദീസ് നോക്കി റിയാദുസ് സ്വാലിഹീൻ നമുക്ക് പഠിക്കാൻ പറ്റിയ ഹദീസാണ്. കാരണം അതിൽ ഇത്തരം കോൺട്രഡിക്ടറി തോന്നുന്ന ഹദീസുകളൊന്നും വരില്ല. പക്ഷെ നമ്മൾ സ്വഹീഹ് ബുഖാരി എടുക്കാൻ, സ്വഹീഹ് മുസ്ലിം എടുക്കാൻ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അള്ളാന്റെ റസൂലിന്റെ ഉമ്മയും വാപ്പയും കുറിച്ചൊക്കെ അല്ലേ. ഇന്ന അബി വ അബാക ഫിന്നാർ, എന്റെ ഉമ്മയും വാപ്പയും നിന്റെ ഉമ്മയും എന്റെ വാപ്പയും നിന്റെ വാപ്പയും നരകത്തിലാണ് എന്ന് പറഞ്ഞ ഹദീസിന് റസൂലുള്ളാഹി തങ്ങളുടെ ഉപ്പ നരകത്തിലാണെന്ന് അർത്ഥമുണ്ടോ? ഹദീസുണ്ട്, ഹദീസ് സ്വഹീഹുമാണ്. പക്ഷെ ഫത്വ കൊടുക്കാൻ പാടില്ല. എന്തേ? അത് രണ്ട് കോൺട്രഡിക്ടറി ഹദീസാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത് പരിശുദ്ധമായ പരമ്പരയിലാണെന്ന് പറയുന്ന ഹദീസുണ്ട്. പിന്നെ എങ്ങനെ വാപ്പ നരകത്തിലാന്ന് വരിക? അപ്പൊ യോജിപ്പിക്കണം. ഇവിടെ ആ മദ്ഹബ് ഇടപെടുക. അത് പറയാൻ പാടില്ല. ചോദിച്ചു വന്ന ആളെ കരുതി തങ്ങൾ പറഞ്ഞതായിരിക്കണം. എന്റെ വാപ്പ എവിടെയാ നബിയെ? എന്താ മറുപടി പറയേണ്ടത്? എന്റെ വാപ്പ സ്വർഗത്തിലും നിന്റെ വാപ്പ നരകത്തിലും. ഇത് അർഹമുർ റഹീമീനായ അല്ലാഹുവിന്റെ റഹ്മത്തുൽ മുഹ്ദാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ മറുപടി കൊടുക്കാൻ പറ്റുമോ? അയാളെ വേദനിപ്പിക്കൂലേ? ഇന്റെ വാപ്പ നരകത്തിനും റസൂലുള്ളാഹിന്റെ വാപ്പ സ്വർഗത്തിലും അല്ലേ? പടച്ചോനെ, എന്തായിരിക്കും അടുത്ത അവസ്ഥ? അയാളെ സമാധാനിപ്പിക്കാൻ പറഞ്ഞ വാക്കാണ്. പിന്നെ അല്ലാഹ് പറഞ്ഞില്ലേ, വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ, എന്റെ ഉമ്മാക്കും വാപ്പാക്കും പുറത്തു കൊടുക്കണേ എന്ന് വഖുൽ. ആര് പറയണം? നമ്മളെല്ലാവരും. ആദ്യം ആരാ പറയേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ ഉമ്മാക്കും വാപ്പാക്കും പുറത്തു കൊടുക്കണേ എന്ന് പറയാൻ അല്ലാഹ് കൽപ്പിച്ചെങ്കിൽ ആര് പറഞ്ഞു? അത് അള്ളാന്റെ റസൂല് പറഞ്ഞു, എന്റെ ഉമ്മാക്കും വാപ്പാക്കും പുറത്തു കൊടുക്കണേ എന്ന്. ഉമ്മയും വാപ്പയും കാഫിറുകളായിരുന്നുവെങ്കിൽ അവർക്ക് പൊറുക്കലിന് ചോദിക്കാൻ പാടില്ലെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ നോക്കി മനസ്സിലാക്കി തരുന്നത് ആ മദ്ഹബിന്റെ ഇമാമിയങ്ങൾ ചെയ്തിരുന്നത്. അപ്പോ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. നമ്മള് ഇത്തരം വിഷയങ്ങളൊക്കെ ആഴത്തിൽ പഠിക്കേണ്ട കാര്യങ്ങളാണ്. എടുത്തു ചാടരുത്. ഉലമാ പറഞ്ഞത് കേൾക്കുക. നിങ്ങൾ ഇങ്ങനെ ഇത് പരിശോധിച്ചു നോക്കിക്കോളി. ഇങ്ങനെ ആകെ തുച്ചിത്തിരിഞ്ഞ് നിങ്ങൾ എത്ര ഞാൻ ഈ പറഞ്ഞു കൊടുത്തായിരിക്കും. അപ്പൊ നമുക്ക് മദ്ഹബ് ഒന്നും വേണ്ട, ഞങ്ങൾ ജിത്തിഹാദ് ചെയ്തോളാന്ന് പറഞ്ഞ് തുടങ്ങിക്കോളൂ. പക്ഷേ നാലാലൊരു മദ്ഹബിന്റെ അഭിപ്രായത്തേക്ക് എത്തിപ്പെടാൻ കഴിയുള്ളൂ. കാരണം അവർക്ക് കിട്ടിയ റിസോഴ്സ് നമ്മുടെ കയ്യിലില്ല. അപ്പോ നമ്മൾ ബിദ്അത്ത് എന്ന് ആരോപിക്കുന്ന വിഷയത്തിലൊക്കെ ഈ മദ്ഹബ് അംഗീകരിക്കാതെ പറയുന്ന വിഷയങ്ങൾക്ക് വില കൽപ്പിക്കപ്പെടാൻ പറ്റൂല. കാരണം അടിസ്ഥാനമില്ലാതെ പറയുന്ന വാക്കുകളായി പോകും. ഈ ഗൗരവത്തിലാണ് നമ്മൾ ബിദ്അത്തിനെ വെറുതിരിക്കുന്നത്. അത് ബിദ്അത്താണ്. നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ അല്ലാഹുവിന്റെയും റസൂലിന്റെയും സ്വഹാബത്തിന്റെയും താബിഈങ്ങളുടെയും അഭിപ്രായങ്ങളും ഉലമാഇന്റെ ഇജ്മാഅ് ഖിയാസ്, ഇതൊക്കെ ദീനിന്റെ പ്രമാണങ്ങളാണ്. ഏത് വിഷയത്തിന്റെ സയൻസ് ഉണ്ടല്ലോ. ഞാനിപ്പോ ഒരു എഞ്ചിനീയർ പറയേണ്ട കാര്യം ഞാൻ പറയാൻ പാടില്ല. ഒരു ഡോക്ടർ പറയേണ്ട വിഷയം ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. അത് അതിന്റെ ആളുകൾ പറയണം. അപ്പൊ ഇൽമിന്റെ വിഷയങ്ങളും അങ്ങനെയാണ്. നമ്മൾ ഹദീസ് വായിച്ച ഖുർആൻ പഠിപ്പിച്ച് നമ്മൾ ഫത്വ കൊടുക്കാൻ നിൽക്കരുതേ. അത് നമ്മുടെ ആലിമീങ്ങൾ പറയും, നമ്മൾ കേൾക്കുക. അതിന് വല്ല തെറ്റുണ്ടോ? ആലിമീങ്ങളും പടച്ചോനും തമ്മിൽ ആയിക്കോട്ടെ, നമ്മൾ അതിന് ഇടപെടണ്ട. നമ്മുടെ സമയന വാക്കവന ഞങ്ങൾ അനുസരിച്ചു കേട്ടു പഠിച്ചവനെ. അതുകൊണ്ട് വിദ്യാർത്ഥി എന്ന് പറഞ്ഞിങ്ങനെ ഇടങ്ങേറാക്കുന്ന ആൾക്കാരൊക്കെ ദയവ് ചെയ്ത് നിർത്തണമെന്ന് ഞാൻ സാന്ദർഭികമായിട്ട് പറയണം. അവരൊക്കെ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, കേൾക്കാൻ അവസരം ഉണ്ടാകുമെങ്കിൽ. അതൊക്കെ ഭയങ്കര ഇടങ്ങേറാണ്. മുഅ്മിനീങ്ങളായ മനുഷ്യന്മാർക്ക് മിണ്ടാൻ ധൈര്യമില്ല. സുബ്ഹാനല്ലാഹ്, പടച്ചോൻ അത് ഖുർആനിലുണ്ടോ? ഇത് അള്ളാഹുവിന്റെ റസൂൽ ഇപ്പൊ ചെയ്തോ? എന്താണ് ഇങ്ങനെ ചെയ്താൽ? ഇപ്പൊ ബിദ്അത്തുകളുണ്ട്, ബിദ്അത്തുകൾ ഹസനത്തുകളുണ്ട്. ദീനിൽ ഇതിന്റെ പ്രമാണങ്ങൾക്കെതിരുള്ള വിഷയങ്ങൾ നമ്മൾ ഉണ്ടാക്കിയാൽ അതാണ് ബിദ്അത്തു സയ്യിഅ, മോശപ്പെട്ട ബിദ്അത്ത്, പാടില്ലാത്തത്. എല്ലാ ബിദ്അത്തും ദലാലത്താണെന്നൊക്കെ പറഞ്ഞതിന്റെ അർത്ഥവും അതുള്ളൂ. കുല്ലു ബിദ്അത്തിൻ ദലാല. നമ്മൾ അർത്ഥം വെച്ചാൽ എന്ത് പറയും? എല്ലാ ബിദ്അത്തും ദലാലത്താണ്. അപ്പൊ പുതുതായി നല്ല ബിദ്അത്തും ദലാലത്താണെന്ന് വന്നോ? ഇല്ല. അതിന്റെ ഉദ്ദേശം എത്രയുള്ളൂ? ബിദ്അത്തു സയ്യിഅ, മോശമായത് എന്തുള്ളൂ? ദലാലത്തുള്ളൂ, വഴിപഴച്ചതുള്ളൂ എന്നാണ് അതിനർത്ഥം. അത് ഉലമാ പറഞ്ഞുതരണം. അവർ പറഞ്ഞു തന്നിട്ടുണ്ട്. അല്ലാഹു തആല നമുക്ക് നല്ല വഴിക്ക് ജീവിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. എങ്ങനെ